കോളേജ് കാലഘട്ടത്തിൽ ഏറെ പ്രയാസപ്പെടുത്തിയ ആ യാത്രാ ദുരിതം അവസാനിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് നടി അന്നാബെൻ. വൈപ്പിൻ ദ്വീപ് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിന് സാക്ഷാത്കാരമായി ഗോശ്രീ സ്വകാര്യ ബസ്സുകൾ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു നാടിന്റെ ഒന്നാകെയുള്ള ആഘോഷമായി മാറുകയാണ്. സിനിമാ താരം പൗളി വത്സനും തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലവും ദുരിതയാത്രയുടെ ഓർമ്മകളുമായി സ്വകാര്യ ബസ്സുകളുടെ നഗരത്തിലേക്കുള്ള യാത്രയിൽ പങ്കാളികളായി. സ്കൂളിലും കോളേജിലും കൂടി ഞാൻ സെയിൻറ്റ് ജോസഫിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഹൈക്കോർട്ട് ഇറങ്ങി പിന്നെ ഒരു ബസ് എടുത്തിട്ടാണ് കോളേജിൽ പോകുന്നത്. അപ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരു സ്റ്റുഡൻറ്റിന് അതിന് മുകളിലായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന, അതായത് വർക്കിംഗ് ഇതിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെ ഒരു വിജയമാണ്. കോളേജ് കാലഘട്ടത്തിലെ ദുരിതയാത്രയുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടാണ് നടി അന്നാബെൻ വൈപ്പിനിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിച്ചതിനുള്ള നന്ദി പ്രകടിപ്പിച്ചത്. ഗോശ്രീ പാലങ്ങൾ വന്നിട്ട് 18 വർഷം തികഞ്ഞിട്ടും വൈപ്പിനിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ യാത്ര ഹൈക്കോടതി ജംഗ്ഷന് സമീപം അവസാനിക്കുമായിരുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ പിന്നീട് നടന്നും ഓട്ടോറിക്ഷ പിടിച്ചും മറ്റു ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്തേക്ക് ഓടിയും ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട അവസ്ഥ. നഗരത്തിലെ ചില റൂട്ടുകൾ ദേശസാൽക്കരിക്കപ്പെട്ടതിനാലാണ് ഗോശ്രീ പാലത്തിലൂടെയുള്ള സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനം നിഷേധിച്ചിരുന്നത്. സിനിമാ താരം പൗളി വത്സനും തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലത്തിനും പറയാനുണ്ടായിരുന്നത് യാത്രാ ദുരിതത്തിൻ്റെ ഓർമ്മകൾ തന്നെ. കാരണം നമ്മൾ സമരം കൊണ്ട് എല്ലാം നേടിയെടുത്തിട്ടുള്ള ആളുകളാണ് വൈപ്പിങ്ങരക്കാർ. അപ്പം അതുകൊണ്ട് നമുക്കിത് ഉറപ്പായിരുന്നു കിട്ടുമെന്ന്. അപ്പം അതിൽ സമരത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചാലും പിന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രാഗ് എന്ന പരിപാടി അവരാണ് ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കണം. മറ്റുള്ളവർ ബുദ്ധിമുട്ടിയിട്ടൊന്നല്ല, എല്ലാവരും ഒരേപോലെ തന്നെ ഇതിന് മുൻതൂക്കം കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു വിജയം ഉണ്ടായത്. അതിൽ വളരെ സന്തോഷം. 2 പതിറ്റാണ്ടുകളായിട്ടുള്ള വൈപ്പിങ്ങരക്കാരുടെ സ്വപ്നോട് പോവുകയാണ്. അതിൻ്റെ ആ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളും ഇതിനകത്ത് പങ്കാളികളാകുന്നത്. കാരണം യാത്രാ ക്ലേശം അത്രയേറെ അനുഭവിക്കുന്ന ഒരു ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. എല്ലാവരും നഗരമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഫ്രാഗിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് ഒരു ജനകീയ സമരം അതിന്റെ നേതാക്കളായ അനിൽ പ്ലാവിൻസും സാബും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതിന് മുന്നിട്ടിറങ്ങി അത് വളരെ വിജയം കണ്ടതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞങ്ങളും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നത്. നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന 4 പ്രൈവറ്റ് ബസ്സുകളുടെയും 10 KSRTC ബസ്സുകളുടെയും ഫ്ളാഗ് ഓഫ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, വൈറ്റില, കാക്കനാട്, ഫോർട്ട് കൊച്ചി, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലേക്കാണ് ബസ്സുകൾ. വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.